ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് ഒരു തുടർഭരണം ഉറപ്പാണ് എന്നതാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അത് വ്യക്തമാകും. ഒപ്പം തന്നെ ന്യൂനപക്ഷ ഏകീകരണം എന്നുള്ളത് സംഭവിച്ചിട്ടില്ല എന്ന് ടി.പി. രാമകൃഷ്ണൻ ഉറപ്പിച്ച് പറയുകയാണ്. LDFനൊപ്പം നിൽക്കുന്ന വോട്ടുകൾ, അത് മുസ്ലിം വോട്ടുകൾ, അത് അവർക്കൊപ്പം തന്നെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. ഗോപി, അനുജ, വെരി ഗുഡ് മോർണിംഗ്. കേരളം ആരു ഭരിക്കും എന്ന് ഉറ്റുനോക്കുന്ന നിമിഷം, കൗണ്ടിംഗ് സെൻറ്ററുകളെല്ലാം തയ്യാറാകുന്നൊരു നിമിഷം, ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഭരണതുടർച്ച ഉറപ്പ് എന്നാണ് ഇടത് ക്യാമ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നത്. ഒരുപക്ഷെ UDF വലിയ വിജയപ്രതീക്ഷയും മുഖ്യമന്ത്രി ചർച്ചയും നടത്തുന്ന ഘട്ടത്തിൽ പോലും ഇടതുമുന്നണി മീറ്റർ ലെവൽ വ്യത്യാസമില്ലാതെ അന്നും ഇന്നും ഒരേപോലെ CPIM സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, ഇവരെല്ലാം തന്നെ പറഞ്ഞത് ഇടതു ഭരണ തുടർച്ച ഉറപ്പാണ് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം JDTയിലേക്ക്, കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് പോകുന്നതിന് മുൻപാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം കൺവീനർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ചിരിച്ചുകൊണ്ടാണ് ഈ നിമിഷവും കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് പോകുന്നതിന് മുൻപും നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അത്രമേൽ ആത്മവിശ്വാസത്തിലാണോ LDF? ഈ ഭരണകാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം ജനമനസ്സിൽ ചെലുത്തിയിട്ടുള്ളൊരു സ്വാധീനമുണ്ട്. അത് വളരെ പ്രകടമാണ്. ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചൊരു കാര്യമുണ്ട്: കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത്. ജനങ്ങളാകെ ഈ ഭരണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ, ഒരു 32 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യം, യുവാക്കൾക്ക് പ്രത്യേക ആനുകൂല്യം. ഇതൊന്നും സമാനതകളില്ലാത്ത നേട്ടങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേട്ടങ്ങളെല്ലാം തുടരണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിലെ വലിയൊരു കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി നടന്നു എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. CPIM LDF എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? മുസ്ലിം ഏകീകരണം എന്നുള്ളത് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. മുസ്ലിം ഏകീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില പ്രവണതകൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ ആ ശ്രമത്തിനോടൊപ്പം പൊതുവേ ജനങ്ങൾ സഹായകരമായ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം വോട്ട് എണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പേരാമ്പ്രയുടെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? പേരാമ്പ്രയിൽ നല്ല പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. UDF എത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി എത്ര കള്ളപ്രചാര വേല നടത്തിക്കഴിഞ്ഞാലും ജനങ്ങൾ മുമ്പിലുള്ള അനുഭവമുണ്ട്. ആയാലും ഭരണ തുടർച്ച ഉണ്ടാവും. അത് ഉറപ്പാണ്. താങ്ക് യു. ഈ വേളയിലും വിജയാശംസകൾ. വളരെ കൃത്യമായി തന്നെ ഇടതുമുന്നണി കൺവീനർ ഈ വോട്ട് എണ്ണാൻ പോകുന്ന അവസാന നിമിഷവും വലിയ ആത്മവിശ്വാസവും വലിയ വിജയപ്രതീക്ഷയുമാണ്. അതിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നു: കേരളത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണത്തിനുള്ള ശ്രമം UDF നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല. മതേതര മുസ്ലിം കൃത്യമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.